എന്നെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 എൻ്റെ പേര് രേഷ്മ. ഞാൻ കാഞ്ഞിരപ്പള്ളി ചോറ്റി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം 2023 അത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അത് ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അന്നേരം അവിടെ ഒരു ലൈസൻസ് എക്സാം ഉണ്ട്. അന്നേരം എക്സാം ഒരു 4 തവണയോളം അവിടെ നിന്ന് എഴുതിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാം, അവിടെ എക്സാം പാസ്സായി കഴിഞ്ഞാലേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം എനിക്കൊരു ചെറിയൊരു മനസ്സിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പഠിച്ചതല്ലേ, 4 വർഷം നഴ്സിംഗ് പഠിച്ചതല്ലേ ഈ എക്സാമിന് വരത്തുള്ളൂ. അന്നേരം പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് 4 തവണയോളം എക്സാം എഴുതിയിട്ടും കിട്ടിയില്ല. ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്തു. അതിനുശേഷം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഉടമ്പടി ഉപ്പില്ല, തൈലമില്ല, കാശുരൂപമില്ല, പിന്നെ എങ്ങനെയാണ്? അങ്ങനൊരു രീതിയിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പിന്നെ എക്സാം പാസ്സാവാതെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, നാട്ടിൽ പോയി എക്സാം എഴുതിയിട്ട് തിരിച്ചങ്ങോട്ട് വരാൻ പറഞ്ഞു. അവരെന്നെ നാട്ടിലോട്ട് വിട്ടു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് 2024 മാർച്ച് 25 ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ എഴുതാത്ത കാര്യങ്ങളാണ് മാതാവ് എനിക്ക് ആദ്യം സാധിച്ചു തന്നത്. ഫാമിലിയിലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സമാധാനം എന്ന് പറയുന്നൊരൊന്നും ഇല്ലായിരുന്നു. എക്സാമിൻ്റെ ടെൻഷൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ ആദ്യമേ തന്നെ ഉടമ്പടിയിൽ ഞാൻ എഴുതാതെ തന്നെ മാതാവ് എനിക്കത് ആദ്യം മാറ്റി തന്നു. സമാധാനം ഉണ്ടായി. പിന്നെ കുറേശ്ശെ ആദ്യമൊക്കെ ഞാൻ മാതാവിനോട് ഈശോയോട് ഇങ്ങനെ പരാതി പറയായിരുന്നു, എന്തിനാ എന്നോട് ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം ഇത്രയും തവണ പരീക്ഷ എഴുതി, ജോലി നഷ്ടപ്പെട്ടു, ഒരുപാട് കാശ് ഇതിനു വേണ്ടി ചിലവായി. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമത്തിൽ ഞാനിങ്ങനെ മാതാവിനോട് ഈശോയോടും പരാതി പറയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ആ പരാതി പറച്ചിലങ്ങ് നിർത്തി. പിന്നെ എനിക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ എനിക്കിങ്ങനെ കിട്ടാൻ തുടങ്ങി. എന്ത് പരാജയം വന്നാലും അത് ബോൾഡായിട്ട് നിന്ന് ഒക്കെ സാഹചര്യങ്ങൾ നേരിടാനുള്ള ഒരു ശക്തി ദൈവം എനിക്ക് തന്നു. അതിന് ഈശോയ്ക്കും അമ്മമാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പണ്ട് മുതലേ തന്നെ മാതാവിന് ഈശോയോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലൊക്കെയാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ പണ്ട് മുതലേ പള്ളിയിലൊക്കെ പോവും, പ്രാർത്ഥിക്കും. എനിക്ക് പണ്ട് മുതലേ ഈശോയോടും മാതാവിലും വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈശോയും മാതാവും ഒക്കെ സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കൃപാസനത്തിൽ ഇങ്ങനെ പള്ളിയുണ്ടെന്നറിയാമെന്നല്ലാതെ കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഫോണിൽ ഇതുപോലൊക്കെ ഈ അച്ഛൻ്റെ ധ്യാനവും വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസം വന്നത്. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കി, 2ാമത്തെ തവണ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കാശ് രൂപ എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, കാശ് രൂപം നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉടമ്പടി എടുക്കണം. അന്നേരം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഞാൻ ഉടമ്പടി എടുത്തു. അത് ഈ 2025 ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി. 2ാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അന്നേരം 7ാമത്തെ തവണയാണ് പ്രോമെട്രിക് എക്സാം എഴുതുന്നത്. അപ്പം തന്നെ അത് ആലോചിച്ച് നോക്കി, OET IELTSഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 5 തവണ 6 തവണ 7 തവണ എന്നൊക്കെ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പ്രോമെട്രിക് 7 തവണ എഴുതുമെന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ അത്രയ്ക്ക്, ഞാൻ അന്നേരം എക്സാമിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ മാതാവി തന്നെ ലാസ്റ്റത്തെ തവണയാണ്, ഇനി എനിക്ക് പരീക്ഷ എഴുതാനുള്ള പൈസയില്ല, ഞാൻ 0 ആയിട്ട് നിൽക്കുകയാണ്, ഇനി പരീക്ഷ എഴുതാനുള്ള പൈസയില്ല, എനിക്കിനി വേറൊരു മാർഗം എൻ്റെ മുമ്പിലില്ല, അമ്മ മാതാവ് ഈശോയും തന്നെ എന്നെ ജയിപ്പിച്ച് തന്നെ പറ്റുള്ളൂ, എനിക്ക് വേറൊരു മാർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒരു ദിവസം വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴത്തേനും എനിക്ക് തിരിയിൽ ഈശോയുടെ രൂപം ഇങ്ങനെ തെളിഞ്ഞ് കണ്ടു. ഞാൻ ഒരു 5-10 മിനിറ്റോളം ഞാൻ ഫോണിൽ ഞാനിങ്ങനെ കണ്ടു. ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ട് അതിന് ശേഷമാണ് ഞാൻ എക്സാം പാസ്സാവുന്നത്. എക്സാം ഞാൻ എഴുതാൻ പോകുമ്പം ഈ ഉടമ്പടി കാശ് രൂപം തൈലം എല്ലാം ഞാൻ കൊണ്ടുപോയി. അവിടെ പോയിട്ട് എനിക്കൊരു വൈകുന്നേരമായിരുന്നു എക്സാം. അവിടെ ചെന്നു അവരെ ആരും കാണാതെ ഒരു സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എക്സാം സെൻറ്ററിൽ കയറിയിരുന്നു. നോക്കുമ്പം എനിക്ക് ആകെ കൂടെ 3-5 ക്വസ്റ്റിന് ആകെ അറിയാവുള്ളൂ ആൻസർ. 55% മാർക്കും വേണം. ഞാൻ ഇതുവരെ എഴുതിയതിൽ ഏറ്റവും പാടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് അതായിരുന്നു. ഞാൻ
എൻ്റെ മാതാവെ ഞാൻ തോറ്റുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഞാൻ അവിടെ കാണിച്ചു വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലാൻ മറന്നില്ല. ഞാൻ അത് മാത്രം ചൊല്ലിക്കൊണ്ട് ഞാനത് സ്ക്രോൾ ചെയ്ത് എത്രയും ക്വസ്റ്റ്യൻ, ഞാൻ 150 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത്രയും ഞാൻ അവിടെ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ തോറ്റുപോയി എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കൊരു സങ്കടമോ വിഷമമോ അന്നേരവും വന്നില്ല. ഇതില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും നോക്കുമെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിന് ധൈര്യമായിരുന്നു. സാധാരണ എക്സാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഒരു 5 മിനിറ്റ് പോലും വേണ്ട, എക്സാം സെൻറ്ററിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ അന്നേരം നമ്മുടെ മെയിൽ ഐ ഡിയിൽ റിസൾട്ട് വരുന്നതാണ്. അന്നത്തെ ദിവസം എനിക്ക് റിസൾട്ട് വന്നിട്ടില്ല. രാത്രിയായിട്ടും വന്നില്ല. അത്രയൊക്കെ ഞാൻ ടെൻഷനോടെ നോക്കുന്നുണ്ട്. രാത്രിയായിട്ടും വന്നില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ 5:30 ഇവിടുത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ പരീക്ഷയുടെ കാര്യം പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞു, എടി റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് സംഭവിച്ചത്. കാരണം ഞാൻ പാസ്സാവുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആകെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ അറിയത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻ കൊണ്ടൊന്നും അറിയാവുന്ന ആൻസർ കൊണ്ടൊന്നും ഇത്രയും 55% മാർക്ക് മേടിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു കൃപ അനുഗ്രഹമാണ് എൻ്റെ ഈശോപ്പെ അമ്മ മാതാവ് എനിക്ക് തന്നത്. അതിനുശേഷം ഞാൻ മൂന്നാമത് പുതുക്കിയതിന് ശേഷം ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, വിസ വന്നിട്ടില്ലല്ലോ, വിസ വന്നു കഴിഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ പുതുക്കലിന് ശേഷം കുറച്ചൊരു താമസം ഉണ്ടായിരുന്നു കാര്യങ്ങൾക്കൊക്കെ. കാരണം എനിക്ക് വിസ വന്നില്ല, വേറെ ഒന്നും ആ സംഭവം നടന്നില്ല. പിന്നെ എൻ്റെ എന്നോട് തിരിച്ച് എക്സാം പാസ്സായി നീ തിരിച്ച് വന്ന് അവരെന്നോട് എടുക്കാമെന്ന് എന്നോട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എക്സാം പാസ്സായി എന്ന് അവരറിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ചു വിളിച്ചു. എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് തന്നെ വാ എന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടി വിസയൊക്കെ അവർ തന്നെ, എനിക്ക് വിസയ്ക്ക് പൈസയൊന്നും കൊടുക്കേണ്ട, അവർ തന്നെ എനിക്ക് വിസയൊക്കെ ഇങ്ങോട്ട് അയച്ചു തരിക ചെയ്തത്. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഈ മൂന്നാമത് പുതുക്കി കഴിഞ്ഞപ്പോൾ ശേഷം ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവരവിടെ അപ്ലൈ ചെയ്തപ്പോഴത്തേനും കുറച്ച് റിജക്ഷനൊക്കെ വന്നു. അന്നേരം ആ സമയത്ത് ഞാൻ അന്നേരം തന്നെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഈ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. 2-3 ദിവസത്തിനുള്ളിൽ എൻ്റെ ഈ തടസ്സം മാറ്റിത്തന്നു. എനിക്ക് ഈ 4ാമത്തെ പുതുക്കലിന് എനിക്ക് വിസ വന്നു. പിന്നെ വിസ വന്നതിന് ശേഷം മെഡിക്കൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് മെഡിക്കൽ എടുത്തപ്പോഴത്തേനും ഒരു ചെസ്റ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ തവണ ആ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മെഡിക്കലെല്ലാം പാസ്സായി. വിസ സ്റ്റാമ്പിങ് കാര്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നടന്നു. അതിനുശേഷം ഈ മാർച്ച് 8-ാം തീയതി, വരുന്ന 8-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം ഈ ഗൾഫിലൊക്കെ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതുവരെ എൻ്റെ ടിക്കറ്റ് ഇതുവരെ ക്യാൻസൽ ആയിട്ടില്ല. വേറെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും പ്രാർത്ഥനയിൽ എൻ്റെയും കൂടെ ഓർക്കണം, ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ ഒരു 10 വർഷമായിട്ട് അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ട്. ഈ ഉടമ്പടിയിൽ നേസവസ്തുക്കൾ ഉപയോഗിച്ചതിന് മൂലം അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ശ്വാസം മുട്ടലും കാര്യങ്ങളും എല്ലാം മാറി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഇതിപ്പോൾ ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് പാസ്സാവാൻ എനിക്ക് എൻ്റെ കഴിവുകൾ ഞാൻ ഒരിക്കലും പാസ്സാവില്ല എന്ന് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം എനിക്ക് ആദ്യം ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, പഠിക്കുന്ന കാര്യമല്ലേ, അതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് എഴുതിയാൽ കിട്ടും എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം എന്തായാലും ഈ ഇതുകൊണ്ട് മാറി. ദൈവത്തിൻ്റെ കൃപയിൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എക്സാം പാസ്സായത്. എനിക്ക് വിസ വന്നു, ഇപ്പോൾ ടിക്കറ്റ് വന്നു, എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഞാൻ ഇതിലൂടെ അറിഞ്ഞു. എൻ്റെ ഈശോപ്പയ്ക്ക് അമ്മ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഈ ഒരു അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സഹായിച്ചതിന്, അനുഗ്രഹിച്ചതിന്. എപ്പോഴും ഞാൻ വരുമ്പോഴത്തേന് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, മാതാവേ ഈശോപ്പയ്യ എന്നാണ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നത് അന്നേരം അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി അമ്മ എന്നെ ഉയർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ആത്മീയമായി ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ പത്രം വാങ്ങിച്ച് ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കും. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ പൊതിച്ചോറ് വാങ്ങി ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ മേടിച്ച് പൊതിച്ചോറ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഓർഫനേജിലൊക്കെ പോകും, അവിടുത്തെ പിള്ളേരെ കാണും, അവർക്ക് വേണ്ടത് ഞങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു സഹായം, കാശ് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോഴത്തേനും ഞാൻ ബസ്സിൽ പോയിട്ട് പകുതി വഴിക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഞാൻ പത്രം കൊടുത്ത് സ്റ്റാൻഡിലോട്ട് പോകുന്നത്.
പിന്നെ പത്രം കൊടുത്ത് എല്ലാവരും ഒന്നും എന്നോട് വേണ്ടാന്നൊന്നും പറയാറില്ല. വേണ്ടാന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അവർ ആ പത്രം എവിടെയെങ്കിലും കൊണ്ട് കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കാറില്ല. പിന്നെ ആത്മീയമായിട്ട് വളർന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കൊന്ത ചൊല്ലാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഞാൻ സ്വർഗസ്നായ പിതാവേ നന്മ നിറഞ്ഞ പറയുകയും ചൊല്ലുമെന്നല്ലാതെ അല്ലാതെ ജപമാല ചൊല്ലാനുള്ള എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു. പിന്നെ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു. ബൈബിൾ വായിക്കാൻ അങ്ങനെ അറിയത്തില്ല, എന്ന് വെച്ചാൽ ബൈബിളൊന്നും കയ്യിലില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ബൈബിള് വായിക്കാൻ തുടങ്ങി. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു ബോധമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനൊരൊന്നും എനിക്ക് നേരത്തെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. അവരുടെ ദുഃഖത്തിലും എനിക്കും ദുഃഖം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ ഉപവാസം എടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് എന്നും കൂടാറുണ്ട്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യമാണെങ്കിലും അതുപോലെ തന്നെയാണ്. പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു വിഷമം പറയുമ്പോൾ ഞാൻ പറയും, ഇവിടെ പോയി എനിക്ക് ഇങ്ങനെയൊക്കെയാണ് മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ എക്സാമിൻ പഠിക്കാൻ വന്ന പിള്ളേരുണ്ടായിരുന്നു, അവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു കുട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് പുള്ളിക്കാരി MOH ഒക്കെ കിട്ടി കയറിപ്പോയി. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ കൊണ്ടുവരാനും പറയാനും അവരെക്കുറിച്ചൊക്കെ അറിയിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുവശത്തുണ്ട്. സങ്കീർത്തനം 121 5-ാം വചനമാണ്. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ. ദൈവം ഉറങ്ങാത്ത ഒരു കാവൽക്കാരനാണ്. നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം തൻ്റെ വലത് കൈയുടെ നിഴലിലാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ഭയം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നു പോയാലും ഉടമ്പടി മക്കൾക്ക് ദൈവമാണ് കാവൽക്കാരൻ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ രോഗമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, ജോലി ഇല്ലായ്മയാവാം, കുടുംബ പ്രശ്നങ്ങളാവാം. ഇതിലെല്ലാം ഉടമ്പടി മക്കൾക്ക് കർത്താവാണ് കാവൽക്കാരൻ എന്നാണ് ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ യാത്രകളിലും ജീവിതമാകുന്ന യാത്രയിലെ പ്രതിസന്ധികളിലും വചനം നമുക്ക് ഉറപ്പ് നൽകുന്നത് കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ എന്നാണ്. ഉടമ്പടിയിൽ കൂടെ ദൈവത്തെ നമ്മുടെ കാവൽക്കാരനായിട്ട് സ്വീകരിക്കുന്നു. വിശ്വാസത്തിലൂടെ വിശ്വസ്തതയിലൂടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിഴലായി ഈശോയും അമ്മയും കൂടെയുണ്ട്. ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവ സംരക്ഷണവും ദൈവസ്നേഹവുമാണ് നാം ഓരോ നിമിഷവും ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഭയത്തിന് പകരം വിശ്വാസമാണ്, ഭയത്തിന് പകരം ധൈര്യമാണ്. ഒരമ്മ തൻ്റെ മക്കളെ നിഴലിൽ ചേർക്കുന്നത് പോലെയാണ് കൃപാസനം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ കാവൽ നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് ഉള്ള ഒരു വലിയ സാക്ഷ്യമാണ് രേഷ്മ നമ്മളോട് പങ്കുവച്ചത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ആ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കാം. കൃപാസനം മാതാവ് നമുക്ക് വേണ്ടി ഇടപെടുന്ന അമ്മയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ സ്ഥിരതയോടെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാനായിട്ട് ഈശോ അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രേഷ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.